COS സെം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ ആണ്. ഈ ഫിഗർ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഈ ഡയഗ്രാം വരച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരൊറ്റ പാത്തേ ഉണ്ടാവുള്ളൂ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. CPU, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ CPU മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരേ ഒരു പാത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ പ്രോസസ്സസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക് കൂടുതലായിരിക്കും. അതാണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കോസ്റ്റും ഇംപ്ലിമെൻറ്റേഷനും ഭയങ്കര സിമ്പിളായിരിക്കും. ഇനി ഈ ലിമിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പഠിച്ചിട്ടേ പോകാവുള്ളൂ. മൾട്ടിപ്പിൾ ബസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള നമ്മുടെ ലെയിൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഒരേ സമയം പല പ്രോസസ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റായിട്ട് നടക്കും. പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണ്, കോസ്റ്റും കൂടുതലായിരിക്കും.